ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്നത്തെ നമ്മുടെ പുതിയ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു ബീറ്റ്റൂട്ടാണ്. ഈ ബീറ്റ്റൂട്ട് നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ ബീറ്റ്റൂട്ട് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രം എടുക്കാം. അതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബീറ്റ്റൂട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഈ ബീറ്റ്റൂട്ടിലോട്ട് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിലേക്ക് 1.5 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്തെടുക്കുക. ഡീപ്പായിട്ട് ബോയിൽ ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്താൽ മതിയാവും. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്തിട്ട് വേണം ബോയിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മുടെ ബീറ്റ്റൂട്ട് നന്നായിട്ട് തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ബീറ്റ്റൂട്ടിൻ്റെ ജ്യൂസ് എടുത്ത് വെക്കണം. ഒരരിപ്പ് വെച്ചിട്ട് നമുക്ക് അരിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ ബീറ്റ്റൂട്ടിൻ്റെ ജ്യൂസ് നമുക്ക് 1 ഗ്ലാസ്സോളം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ബീറ്റ്റൂട്ട് വെച്ചിട്ട് ഉപ്പേരിയും മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1 കപ്പ് അരിപ്പൊടിയാണ്. ഞാനിപ്പോൾ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ആ ബൗളിലേക്ക് നമുക്ക് ഈ 1 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബീറ്റ്റൂട്ടിൻ്റെ ജ്യൂസ് നമുക്ക് ഇതിലേക്ക് കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുത്താൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു സ്പൂൺ വെച്ചിട്ട് വേണം നമ്മളത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മുടെ ബീറ്റ്റൂട്ട് ജ്യൂസിന് നല്ല ചൂടോട് കൂടിയിട്ടാണ് നമ്മൾ ഈ പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇത് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്താൽ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ കുറച്ചും കൂടി ജ്യൂസ് ഒഴിച്ചു കൊടുത്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ആദ്യം തന്നെ നമ്മൾ കൂടുതൽ ഒഴിച്ചു കൊടുക്കരുത്, കുറച്ച് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പം നമ്മുടെ പൊടിക്ക് ആവശ്യമായിട്ടുള്ള ബീറ്റ്റൂട്ട് ജ്യൂസ് നമുക്ക് കറക്റ്റായിട്ട് ഒഴിച്ചു കൊടുക്കാൻ പറ്റും. ഇത് നല്ല ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുപോലെ തന്നെ നല്ല വെറൈറ്റി ആയിട്ടുള്ള നല്ല ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസൊക്കെ ഒരുപാട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് കാണണം കേട്ടോ. ആവശ്യത്തിന് ബീറ്റ്റൂട്ട് ജ്യൂസ് ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്കിത് കൈവച്ച് നന്നായിട്ട് കുഴച്ച് മയപ്പെടുത്തി എടുക്കണം. ഇപ്പോൾ ഞാൻ കൈവച്ച് കുഴച്ച് നന്നായിട്ട് തന്നെ മയപ്പെടുത്തി എടുത്തിട്ടുണ്ട്. അപ്പോഴാണ് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ഇടിയപ്പത്തിൻ്റെ റെസിപ്പി നമുക്ക് തയ്യാറാക്കി കിട്ടുള്ളൂ. ഇനി നമുക്കിത് ചെറിയ ഉരുളകളാക്കിയിട്ട് ഉരുട്ടി വെക്കുക. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനിപ്പോൾ എല്ലാം ചെറിയ ഉരുളകളാക്കിയിട്ട് 3 ഉരുളകളായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇടിയപ്പത്തിൻ്റെ അച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനിപ്പോൾ ഉരുട്ടി വെച്ചിട്ടുള്ള ഉണ്ടകൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് മുഴുവനായിട്ടൊന്ന് ഫില്ല് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിത് മുഴുവനായിട്ടും ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ച ശേഷം നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു ഇടിയപ്പത്തിൻ്റെ പാത്രം എടുക്കുക. അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക. നെയ്യാണെങ്കിൽ കൂടുതൽ നല്ലത്. അപ്പോൾ നല്ലൊരു ടേസ്റ്റൊക്കെ കിട്ടും. അതുകൊണ്ടിട്ടാണ് നെയ്യ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഓയിൽ ഗ്രീസ് ചെയ്ത ശേഷം നമുക്ക് ഇടിയപ്പം പ്രസ് ചെയ്തെടുക്കാൻ തുടങ്ങാം കേട്ടോ. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ഇടിയപ്പം പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. കളർഫുൾ ആയതുകൊണ്ടിട്ടും ബീറ്റ്റൂട്ട് കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ ഇതുപോലെ തയ്യാറാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല കളർഫുൾ ആയതുകൊണ്ടിട്ട് കുട്ടികളൊക്കെ നല്ല ഇഷ്ടത്തോടു കൂടി കഴിക്കും. ഇപ്പോൾ നമ്മുടെ ബീറ്റ്റൂട്ട് ഇടിയപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. 5 മിനിറ്റ് നേരം നമുക്കിതൊന്ന് നന്നായിട്ട് സ്റ്റീം ചെയ്തെടുക്കാം കേട്ടോ. അതിനായിട്ട് ഞാനിപ്പോൾ ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഇടിയപ്പത്തിൻ്റെ തട്ട് നമുക്കിതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇടിയപ്പത്തിൻ്റെ മുകളിലായിട്ട് കുറച്ച് തേങ്ങ ഒന്ന് ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമുക്കിത് 5 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഇപ്പോൾ 5 മിനിറ്റ് നേരം ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. ഇപ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. തേങ്ങയുടെ നല്ലൊരു വെന്ത സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഇടിയപ്പം റെഡി ആയി കഴിഞ്ഞു. കളർഫുള്ളായിട്ടുള്ള നമ്മുടെ ഇടിയപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ലൊരു ടേസ്റ്റാണ്. ഇതിനെ കഴിച്ചു നോക്കുമ്പോഴേ നമുക്കറിയുള്ളൂ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ബീറ്റ്റൂട്ട് ഇടിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. കളർഫുള്ളായതുകൊണ്ടിട്ട് കുട്ടികൾക്ക് സ്നാക്സ് ആയിട്ട് കൊടുത്തു വിടാൻ ഒക്കെ നല്ലതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഒപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത ദിവസം നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.